ഈ വർഷത്തെ ബമ്പർ ഭാഗ്യവാൻ ആരാണ് എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ അവസാന നിമിഷത്തിൽ വലിയ തിരക്കാണ് ലോട്ടറി കടകളിൽ അനുഭവപ്പെടുന്നത്. നാളെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഓണം ബമ്പർ നറുക്കെടുപ്പ്. എന്താണെങ്കിലും ഞങ്ങൾ ഇപ്പോഴുള്ളത് കോട്ടയം നഗരത്തിലെ ഒരു ലോട്ടറി കടയിലാണ്. എന്താണ് ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത് നേരിട്ട് പരിശോധിക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം ബമ്പറിന്റെ ഒരു കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നു? ഓണം ബമ്പറിന്റെ കച്ചവടം കഴിഞ്ഞ കൊല്ലത്തേക്കാൾ ഇച്ചിരി പൊതുവെ ഉണ്ട്. എന്നാലും ആയില്ലല്ലോ, ഒന്ന് ഉച്ചയാകുന്നല്ലേ ഉള്ളൂ. ഉച്ച കഴിഞ്ഞും നാളെ ആയിട്ട് കച്ചവടം വരുമല്ലോ. ഇന്ന് വൈകുന്നേരവും നാളെയുമാണ് ഏറ്റവും വലിയ കച്ചവടം നടക്കുന്നത്. അത് പ്രതീക്ഷിക്കാം. ഏത് ജില്ലയിലെ ടിക്കറ്റിനാണ് ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ? പതിവ് പോലെ തന്നെ പാലക്കാടാണ്. പാലക്കാട് ജില്ലയാണ് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ രണ്ടാമത് കോട്ടയം ചോദിക്കുന്നുണ്ട്. 2ാം സ്ഥാനത്ത് കോട്ടയമാണ്. കോട്ടയത്ത് ഇവിടെ ചോദിക്കുന്നത് കോട്ടയത്താണ്. പൊതുവെ ഈ തലേ ദിവസം എടുക്കുന്നതിലൊരു വിശ്വാസം കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരു പ്രാവശ്യം വിൽക്കുന്ന ദിവസം തന്നെ എടുത്താൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചുകൊണ്ട് ചിലർ അന്ന് തന്നെ എടുക്കാമെന്നുള്ള ധാരണയിൽ ടിക്കറ്റ് എടുക്കാൻ വരുന്നവരുണ്ട്. എങ്ങനെയാണ് പൊതുവെ ആളുകൾ 1-2 ടിക്കറ്റുകളാണ് എടുക്കുന്നത്, അതോ ബൾക്കായിട്ട് എടുക്കുന്നുണ്ടോ? ബൾക്കായിട്ട് കേരളീയർ അങ്ങനെ എടുക്കാറില്ല. എന്നാലും 10 എടുക്കുന്നവരൊക്കെ ഉണ്ട്. പിന്നെ അതർ സ്റ്റേറ്റുകാർ കൂടുതൽ എടുത്തിട്ട് പോകുന്നവരുണ്ട്. മലയാളികൾ 1-2 ടിക്കറ്റൊക്കെയാണ് സാധാരണ എടുക്കാറ്. മലയാളികൾ 1-2 ടിക്കറ്റ് സാധാരണ എടുക്കാറുണ്ട്. അന്യ സംസ്ഥാനക്കാരാണെങ്കിലോ? അന്യ സംസ്ഥാനക്കാരാണെങ്കിൽ ഒരു കൂട്ടമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ കുറേ ടിക്കറ്റ് അങ്ങ് എടുത്തുകൊണ്ട് പോകും. ചിലർ അധികം 8-10 അല്ലെങ്കിൽ 10-30 ടിക്കറ്റ് കൂടുതൽ എടുത്ത് പോകുന്നവരുണ്ട്. ഒരാൾ വന്നിട്ട് 30 ടിക്കറ്റ് എടുത്തു. അത് മലയാളിയാണോ? അല്ല, അത് ആന്ധ്രക്കാരനാണെന്നോ തോന്നുന്നത്. പുള്ളി കഴിഞ്ഞ കൊല്ലം വന്ന് എടുത്തതാ. ഇവിടെ വന്ന് എടുത്തതാ. ഈ വർഷം ഇവിടെ തന്നെ എത്തി. ഉച്ച കഴിഞ്ഞാൽ അവിടെ കൂടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നാളെ അതിൽ നിന്ന് നല്ല ആളായിരിക്കും പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ കയ്യിൽ എല്ലാ ജില്ലകളുടെ ടിക്കറ്റുകളും ഉണ്ടോ നിലവിൽ? ഇല്ല, ഉണ്ട്. ഇപ്പോൾ പാലക്കാട് തീർന്നു പോയി, കോട്ടയം തീർന്നു. ഇനിയിപ്പോൾ മലപ്പുറം ഉണ്ട്, കണ്ണൂരുണ്ട്, കോഴിക്കോടുണ്ട്, കാസർഗോഡുണ്ട്, അങ്ങനെയുള്ള പത്തനംതിട്ടയുണ്ട്. ഈ പാലക്കാടിന് ഭയങ്കര ഒരു പ്രശസ്തി ആയതുകൊണ്ട് ഞങ്ങൾ വന്ന ടിക്കറ്റ് എടുത്തേക്കാണ്ട് പാലക്കാട് ടിക്കറ്റ് അന്വേഷിച്ചിട്ട് കോട്ടയത്ത് ഒരു കടയിലും കിട്ടാനില്ല. കൂടുതൽ ആള് പാലക്കാട് അന്വേഷിച്ച് വരുന്നത്. പാലക്കാട് ടിക്കറ്റ് ഇല്ല, തീർന്നു പോയി. എടുക്കാൻ വന്നാണോ? ഒരെണ്ണം എടുത്ത്. സ്ഥിരമായി ബമ്പർ എടുക്കാറുണ്ടോ? സ്ഥിരമായിട്ട് എടുക്കാറുണ്ട്. ബമ്പർ കച്ചവടമുണ്ട്. കച്ചവടമുണ്ട്. ഇത്തവണ എടുത്ത ടിക്കറ്റുകളൊക്കെ വിറ്റ് തീർന്നു? അത് തീർന്നു. കുറച്ചേ എടുത്തുള്ളൂ. ഒടുവിൽ സ്വന്തമായിട്ട് ഒരു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. എടുത്തു. ഏത് ജില്ലയാണ് എടുത്തത്? ഇത് കണ്ണൂർ ജില്ലയിലെ. അങ്ങനെയൊന്നും നോക്കിയില്ല, ഒരെണ്ണം എടുത്തന്നേ ഉള്ളൂ. നമ്മുടെ സമയം ശരിയാണ്. ഏത് ജില്ലയിൽ അടിക്കുമല്ലേ? ഒരെണ്ണം എടുക്കുക, വീണാ കിട്ടി. നമ്മൾ എടുക്കാതിരുന്നോണ്ട് ഇനി അടിക്കാതിരിക്കണ്ട. ഇനി ഞാൻ കൊടുത്തവർക്കും അടിക്കട്ടെ, എനിക്ക് തന്നെ അടിക്കണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ പ്രതീക്ഷ ഏതാ? ചേട്ടാ, ബമ്പറൊക്കെ എടുത്തോ? ബമ്പർ എടുത്ത്. രണ്ടുപേരും സുഹൃത്തുക്കളാണ്? അതെ, സുഹൃത്തുക്കളാണ്. ഷെയർ ഇട്ട് എടുത്താണോ? ഷെയർ ഇട്ട് ഒരാളുമായിട്ട് ഷെയറാണ്. പിന്നെ അല്ലാതെ പേഴ്സണലായിട്ട് ഒരെണ്ണം എടുത്തത്. ഏത് ജില്ലയുടെയാണ്? ഇതിപ്പോൾ ഒന്ന് എറണാകുളം, ഒന്ന് കാസർഗോഡും എടുത്തത്. എടുക്കാറുണ്ട്. ഇടയ്ക്കൊക്കെ എടുക്കാറുണ്ട്. സ്ഥിരം എടുക്കാറില്ല, എന്നാലും എടുക്കാറുണ്ട്. ഭാഗ്യം പരീക്ഷിക്കാൻ തോന്നാറുണ്ട്. ടിക്കറ്റ് ഒരെണ്ണം ഷെയറാണ്. ബമ്പർ നമ്മൾ ഒരു മത്സരിക്കുക എന്നുള്ളൊരു നമ്മുടെ ഒരു പങ്കെടുക്കുക എന്നുള്ള പ്രൈസ് അല്ല. നമ്മൾ ബമ്പർ കിട്ടിയാൽ ഓട്ടി അല്ല ചട്ടി എന്ന് പറയുന്ന പോലെ ഉള്ളു. ഇല്ല, ബമ്പർ എല്ലാവരും എടുക്കണം. എന്നാന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനെ കൂടെ സപ്പോർട്ട് ചെയ്യാന്നുള്ള സെറ്റപ്പാണ്. ബമ്പർ എടുത്തോ? ബമ്പർ എത്തിയില്ല, നാളെ എടുക്കാൻ വേണ്ടി ഇരിക്കുന്നത്. വൈകിട്ട് പൈസ ആവുള്ളൂ. നാളെ വൈകിട്ട് ഉച്ചയോട് കൂടി എടുക്കാൻ വേണ്ടി അവസാന നിമിഷം എടുക്കാനാണല്ലേ? അവസാന നിമിഷം എടുക്കാൻ വേണ്ടി തന്നെ കിട്ടിയത്. എടുക്കുമ്പോൾ എല്ലാ വർഷവും എടുക്കുന്നുണ്ടായിരുന്നു. 5000 ഒക്കെ കിട്ടുന്നുള്ളായിരുന്നു. വലിയ പ്രൈസൊന്നും കിട്ടിയില്ല. ഇത്തവണ കിട്ടട്ടെ. അത് തന്നെ. ടിക്കറ്റ് എടുത്തോ? ടിക്കറ്റ് എടുത്തു. എല്ലാ വർഷവും ബമ്പർ എടുക്കാറുണ്ടോ? ഇല്ല, ആദ്യമായിട്ട് എടുക്കുക. ഒന്നും എടുത്തായിരുന്നു, ഒന്നും കിട്ടിയില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ ഒരെണ്ണം എടുത്തിരിക്കുക. ചെറിയ ടിക്കറ്റുകളൊക്കെ ഇടയ്ക്ക് എടുക്കാറുണ്ടോ? ഒന്നും എടുക്കാറില്ല. എന്താ ഇത്തവണ ബമ്പർ എടുക്കണമെന്നൊരു തോന്നൽ മനസ്സിൽ തോന്നിയായിരുന്നു. ഏത് ജില്ലയുടെയാ? കാസർഗോഡ്. ഒരുപാട് നേരം തപ്പിയാണ് നമ്പറൊക്കെ സെലക്ട് ചെയ്യുന്നത് കണ്ട്. വലിയ കണക്കൂട്ടിലാണ്? അങ്ങനെ നോക്കിയെടുത്തല്ല, ഒരു മനസ്സിൽ തോന്നിയെടുത്ത്. നല്ലൊരു നമ്പർ സെലക്ട് ചെയ്തു. പഠിക്കട്ടെ. നല്ലത് വരട്ടെ. ബമ്പർ എടുത്തായിരുന്നു. എല്ലാ കൊല്ലം എടുക്കുന്നതാണോ? എല്ലാ വർഷവും എടുക്കുന്നതാണ്. ചിലപ്പോഴൊക്കെ വല്ല 5000 ഒക്കെ കിട്ടാറുണ്ട്. ചെറിയ എമൗണ്ടൊക്കെ കിട്ടാറുള്ളൂ. ഇതൊരു വലിയ ഒരു എമൗണ്ടൊന്നും കിട്ടിയിട്ടില്ല. ആ ഒരു പ്രതീക്ഷയോട് കൂടി ഈ വർഷം എടുക്കുകയാണ്. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ. എത്ര ടിക്കറ്റ് എടുത്തു? ഞാനൊരു 3 ടിക്കറ്റ് വരെ എടുത്തിട്ടുണ്ട്. ഒരു കാസർഗോഡ്, മലപ്പുറം, ഒരു പത്തനംതിട്ട. ജില്ലകൾ നോക്കി തന്നെ എടുക്കുന്നു? അല്ല, 3 ജില്ലയിലിങ്ങനെ നോക്കി എടുത്തു. ഇനിയിപ്പോൾ അനിയനും ഇവിടെ നിൽപ്പുണ്ട്. അനിയനും എടുക്കാൻ വേണ്ടിയിട്ട്
വന്ന എൻ്റെ കൂട്ടത്തിൽ വന്ന ഇപ്പോൾ എടുക്കാൻ വേണ്ടി വന്ന അനിയച്ചാർക്കാണ്. അപ്പം നമ്മൾ എന്താണെങ്കിലും ഇതിൽ പങ്കാളിയാകുക എന്നുള്ളതാണ്. അത് പങ്കാളിയാകുക, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനെ പങ്കാളിയാകുന്നു. നമുക്കും ഒരു ഭാഗ്യമുണ്ടെങ്കിൽ കോടീശ്വരനാകാം. നമ്മുടെ സമയം നല്ലതാണ് വരും, അത് നമുക്കും കിട്ടും. നമ്പർ എടുത്തു, എല്ലാ വർഷവും എടുക്കാറുണ്ട്. ഈ പ്രാവശ്യം എടുത്തിരിക്കുകയാണ്. എല്ലാവരും ഭാഗ്യമാണ്, കിട്ടിയാൽ രക്ഷപ്പെട്ടു പോകും. ചെറിയ സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ചെറിയ തുകയൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്ര ബമ്പർ എടുത്തു? ഒരു ബമ്പർ എടുക്കാറുള്ളൂ, ഒരെണ്ണം എടുക്കാറുള്ളൂ. എല്ലാ വർഷവും ഓരോന്നെടുക്കും? എല്ലാ വർഷവും എടുക്കാറുണ്ട്. എല്ലാ വർഷവും വെച്ചാൽ പൂജാ ബമ്പർ, ഓണം ബമ്പർ, അങ്ങനെ എല്ലാം ബമ്പർ എടുക്കാറുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയാണ് എടുത്തിരിക്കുന്നത്. നമ്പർ കണ്ട് ഇഷ്ടപ്പെട്ട് ഇപ്പം എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാടാണ് നോക്കിയത്, പാലക്കാട് ഇല്ലായിരുന്നു അവിടെ. പാലക്കാടാണെങ്കിലും പാലക്കാട് കിട്ടിയില്ല, അതുകൊണ്ട് പത്തനംതിട്ട എടുത്തു. പാലക്കാട് വലിയൊരു പ്രതീക്ഷയാണ്. പാലക്കാടാണ് കൂടുതലും പ്രൈസ് അടിക്കുന്നത്, ഫസ്റ്റ് പ്രൈസൊക്കെ കൂടുതൽ അടിക്കുന്നത് അവിടെയാണ്. ചില ടിക്കറ്റ് ചിലവാകുന്നതും അവിടെയാണല്ലോ, അതുകൊണ്ട് പാലക്കാടിനൊരു ഇതുണ്ട്. സാമാന്യം നല്ല തിരക്ക് തന്നെയാണ് ലോട്ടറി കടകളിൽ അവസാന മണിക്കൂറുകളിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് വൈകുന്നേരവും നാളെയുമൊക്കെ ഇതിലും തിരക്ക് വർദ്ധിക്കുമെന്നുള്ളതാണ് കച്ചവടക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾ അന്വേഷിച്ചാണ് ഭാഗ്യാന്വേഷികൾ കടകളിലേക്ക് എത്തുന്നത്. പക്ഷേ കോട്ടയത്ത് നിലവിൽ പാലക്കാട് ജില്ലയിലെ ടിക്കറ്റുകൾ ലഭിക്കാനില്ല എന്നുള്ളതാണ് വസ്തുത. കോട്ടയത്ത് നിന്നും അരുൺ മലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.